ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റൂൾസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐ ഹാവ് ഡൺ പ്രീവിയസ് വീഡിയോസ് ഓൺ ദിസ്. നമ്മൾ കുറച്ച് ഒരു 60-65ഓളം നമ്മൾ റൂൾസ് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പിൻ പോയിന്റ് ചെയ്ത് നമ്മൾ കുറച്ച് പിക്ക് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റൂൾസ് ആയിട്ട് ഒരു 137 റൂൾസ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കുറച്ച് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഐ സജസ്റ്റ് ദാറ്റ് നിങ്ങൾ ആ വീഡിയോസും കൂടെ കണ്ടിട്ട് ഇവിടേക്ക് വന്നാൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ആൻഡ് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ടു ഫോളോ. നമുക്ക് ഓരോരോ റൂൾസ് ആയിട്ട് നോക്കിയിട്ട് എൻ്റെ എക്സാമ്പിൾസ് വെച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇവിടുന്ന് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് റൂള്, വേർബ്സ് എപ്പോഴും ജെറൻഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ്. നമ്മൾ കുറച്ച് മുന്നത്തെ ലൈക്ക് ഐ സെഡ് കുറച്ച് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ട് വന്നാൽ ഒരു കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഫോളോ. ജെറൻഡ് എന്താണ്? ജെറൻഡ് ഇസ് ദ ING ഫോം വിച്ച് സജസ്റ്റ് ആൻ ആക്ടിവിറ്റി അല്ലേ, അതാണ് ജെറൻഡ്. ആൻഡ് ഇൻഫിനിറ്റീവ് എന്താണ്? ടു പ്ലസ് ബേസ് ഫോം, അല്ലെങ്കിൽ ബേസ് ഫോമിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? V1 എന്നാണ് വിളിക്കുന്നത്. സോ ജെറൻഡ് ഇസ് ദ ING ഫോം, ബേസ് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് 2 പ്ലസ് ദ ബേസ് ഫോം ആണ്. അപ്പോൾ നമ്മളൊരു വേർബിനെ ആ ജെറൻഡ് അല്ലെങ്കിൽ ING ഫോം വെച്ച് ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് കുറച്ച് മാറ്റം വരാറുണ്ട്. ഇവിടെ നോക്കിയേ, സ്റ്റോപ്പ് ടു ഡു അല്ലെങ്കിൽ സ്റ്റോപ്പ് ടു ഡു എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് ഫോർ ദ പേർപ്പസ് ഓഫ് ഡൂയിങ് സംതിങ്. നമ്മൾ വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഐ സ്റ്റോപ്പ് ടു ഡു ദിസ് എന്ന് പറയുന്നതാണ് സ്റ്റോപ്പ് ടു ഡു. അതിനാണ് പറയുക. നോക്കിയേ, ഹി സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ആ സ്റ്റോപ്പ് ടൂന് മുന്നേ സ്റ്റോപ്പ് മാത്രം മതിയെങ്കിൽ ആ ഹാബിറ്റോടെ നിർത്തി എന്നാണ് അർത്ഥം. ആ ഒരാൾ ക്വിറ്റ് ചെയ്തു, ഹി സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. ഇവിടെ എന്താ? അയാൾ ക്വിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ആ സ്മോക്കിംഗ് ഒരു ഹാബിറ്റാണ്. ING ഫോമിനെ നമ്മളവിടെ സ്മോക്ക് എന്നുള്ളൊരു വേർബിനെ ING ഫോം ആക്കി എഴുതിയപ്പോൾ അവിടെ എന്താ? ആക്ടിവിറ്റി ആയി. ദാസ് ഇറ്റ്സ് എ ജെറൻഡ് ദർ അല്ലേ. ഈ സ്മോക്കിംഗ് ഇസ് എ ജെറൻഡ് കാരണം ഇറ്റ്സ് എൻ ആക്ടിവിറ്റി ദർ. അവിടെ ഞാൻ സ്റ്റോപ്പ് എന്ന് മാത്രം പറഞ്ഞുള്ളൂ അല്ലേ, സ്റ്റോപ്പ് ഡൂയിങ് സംതിങ്. അപ്പോൾ ആ സ്റ്റോപ്ഡ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ദ സ്റ്റോപ്പ് കഴിഞ്ഞ് ഞാൻ ആ ജെറൻഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് ആ ഞാനൊരു ഹാബിറ്റ് ആയിട്ട് ക്വിറ്റ് ചെയ്തു എന്നാണ് അർത്ഥം. ഹി സ്റ്റോപ്പ് ഡ്രിങ്കിങ്. ആ ഡ്രിങ്കിങ് എന്നുള്ളൊരു ഹാബിറ്റോടെ പുള്ളി നിർത്തി എന്ന് പറയുന്നതാണ് ഹി സ്റ്റോപ്പ്. ഇവിടെ നോക്കിയേ, ഹി സ്റ്റോപ്ഡ് ടു സ്മോക്ക്. ഹി സ്റ്റോപ്ഡ് ടു സ്മോക്ക് എന്ന് പറയുന്നത് ഒരു വേറെ എന്തോ ചെയ്യാൻ വേണ്ടി ഹി സ്റ്റോപ്പ് ടു സ്മോക്ക്. അപ്പം നമ്മളിപ്പം ഒരു പബ്ലിക് പ്ലേസിൽ സ്മോക്ക് ചെയ്യുന്നത് കറക്റ്റ് അല്ല, ഓർ ലൈക്ക് ഇഫ് സമ്മൺ ഇസ് സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു അസ് നമ്മൾ ചെയ്യില്ല. അപ്പോൾ ഹി സ്റ്റോപ്പ് ടു സ്മോക്ക് ബിക്കോസ് സമ്മൺ കെയിം ഇൻ ദ റൂം, അല്ലെങ്കിൽ ഹി സ്റ്റോപ്പ് ടു സ്മോക്ക് ബിക്കോസ് സമ്മൺ സെറ്റ് ഹിം, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് ഹി സ്റ്റോപ്പ് ടു സ്മോക്ക്. അപ്പോൾ അവിടെ പറയുമ്പോഴാണ് അവിടെ ഒരു പർപ്പസ് ഉള്ളതുകൊണ്ടാണ് അല്ലേ. ഈ കഴിഞ്ഞ ഈ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് അയാൾ കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്തു എന്നല്ല അർത്ഥം. ക്വിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ യു യൂസ് എ ജെറൻഡ്. പക്ഷേ ജസ്റ്റ് ഒരു അപ്പം എന്തോ ഒരു കാര്യമായിട്ട് അപ്പം എന്തോ ഒരു സംഭവം അവിടെ നടന്നതുകൊണ്ട് ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം സമൺ പ്രഗ്നന്റ് സിറ്റിംഗ് നെക്സ്റ്റ് ടു യു യു ആർ നോട്ട് സപ്പോസ് ടു സ്മോക്ക് അല്ലേ. അപ്പം എന്താ? അവിടെ ഞാനൊരു പേർപ്പസ് ഉണ്ട്. അവിടെ ഐ സ്റ്റോപ്പ് ടു സ്മോക്ക് ബിക്കോസ് എ പ്രഗ്നന്റ് ലേഡി കെയിം ആൻഡ് സാറ്റ് നെക്സ്റ്റ് ടു മീ. അവിടുത്തെ ആ ഒരു പേർപ്പസ് കാരണം ഞാനത് അവിടെ അപ്പം നിർത്തി എന്ന് മാത്രമേ അറിയുന്നുള്ളൂ അല്ലേ. ഇപ്പം ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യുന്നത് വെൻ റീസൺ, ഒരു പേർപ്പസ് കാരണം അപ്പം നിർത്തി. പക്ഷേ വെൻ യു ആർ സേയിങ് ദാറ്റ് യു ആർ ക്വിറ്റിംഗ് ദ ഹാബിറ്റ്, അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ജെറൻഡ് യൂസ് ചെയ്യുന്നത്. സെയിം തിങ് റിമെമ്പർ ടൂവും റിമെമ്പർ ഡൂയിങ്ങും ഒക്കെ പറയുന്നത് ഐ റിമെമ്പർ കോളിംഗ് ഹിം. ഐ റിമെമ്പർ കോളിംഗ് ഹിം എന്താണ്? റിമെമ്പർ കഴിഞ്ഞ് ING ഫോം അല്ലേ. കോളിംഗ് അവിടെ ഒരു ആക്ടിവിറ്റി ആണ്. റിമെമ്പർ കഴിഞ്ഞിട്ട് ജെറൻഡ് വരികയാണെങ്കിൽ റിമെമ്പർ പ്ലസ് ജെറൻഡ് ആണെങ്കിൽ എന്ത് വരണം? ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ റീകോളിംഗ് സംതിങ്. ഞാൻ പഴയ നടന്ന ഐ റിമെമ്പർ കോളിംഗ് ഹിം, ഞാൻ എന്നെ വിളിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ടല്ലോ, പാസ്റ്റിൽ ചെയ്തൊരു കാര്യം നീ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അല്ലേ. ആ ഓർക്കുന്നു എന്നുള്ള സംഭവമാണ്. യു ആർ റിമെമ്പറിങ് ഇറ്റ്, യു ആർ റീകോളിംഗ് എ പാസ്റ്റ് ആക്ഷൻ. അങ്ങനെയാണെങ്കിലാണ് റിമെമ്പർ പ്ലസ് ജെറൻഡ് വരിക. പക്ഷെ റിമെമ്പർ ടു ഡു എന്ന് പറഞ്ഞാൽ എന്താ? പ്ലീസ് റിമെമ്പർ ടു ക്ലോസ് ദ ഡോർ ബിഫോർ യു ലിവ് എന്ന് പറയില്ലോ. റിമെമ്പർ ടു ക്ലോസ് ദ ഡോർ വെൻ യു ലീവ്. നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മുടെ റൂമിൽ ഒരാൾ വന്നിട്ട് പോകുമ്പം ഡോർ അടയ്ക്കാൻ മറക്കരുതെന്ന് പറയും. ആ ടു ക്ലോസ് അവിടെ എന്താണ്? ഇറ്റ്സ് എൻ ഇൻഫിനിറ്റീവ് ഫോം അല്ലേ. ഇൻഫിനിറ്റീവ് ഫോമിൽ യൂസ് ചെയ്യുമ്പോഴാണ് ടു ക്ലോസ്. ആ റിമെമ്പർ കഴിഞ്ഞ് ടു ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താ? മറക്കരുത് എന്ന് പറയുന്നതാണ്. ഡോണ്ട് ഫർഗെറ്റ് ടു ഡു ദിസ് എന്ന് പറയുന്നതാണ്. ഇറ്റ്സ് മറക്കരുത്, ഓർ ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഓർഡർ. റിമെമ്പർ ടു ഡു ദിസ്. റിമെമ്പർ ആ ഒരു റിമെമ്പർ കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റീവ് വരുമ്പോൾ ഇറ്റ്സ് സെയിങ് ലൈക്ക് മറക്കരുത് എന്ന് പറയുന്നതാണ്. പക്ഷെ റിമെമ്പർ കഴിഞ്ഞിട്ട്
നമ്മളൊരു ING ഫോം ഓർ ജെറണ്ട് യൂസ് ചെയ്യുന്നത് ഇസ് വെൻ റീകോൾ ചെയ്യുന്ന ഒരു പാസ്റ്റ് നടന്ന ഒരു ആക്ഷൻ യു ആർ റീകോളിങ് ഇറ്റ്. അപ്പോഴാണ് റിമെമ്പർ കഴിഞ്ഞിട്ട് ജെറണ്ടും റിമെമ്പർ കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റും വരുന്ന. സെയിം തിങ് അപ്ലൈസ് ഫോർ സ്റ്റോപ്പ്. സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഡയറക്ട്ലി ജെറണ്ട് വരുമ്പോൾ യു ഇംപ്ലൈയിങ് ദാറ്റ് ദ ഹാബിറ്റ് ഇസ് സ്റ്റോപ്ഡ്. ആ ഒരു ഹാബിറ്റ് കംപ്ലീറ്റ്ലി ക്വിറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ജെറണ്ട് യൂസ് ചെയ്യുന്നത്. മറ്റേത് അപ്പം എന്തോ ഒരു കാര്യം നടന്നു, അപ്പോഴത്തെ ഒരു റിസൾട്ടിന് വേണ്ടി ഓർ എന്തോ ഒരു കൊച്ചു പേർപ്പസ് അപ്പം ഉണ്ടായിരുന്നു, അത് കാരണം അവൾ നിർത്തി എന്ന് പറയുന്നതിനാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യേണ്ടത്. ഇനി പ്രിപ്പോസിഷനും ജെറണ്ടും എവിടെ യൂസ് ചെയ്യണം? പ്രിപ്പോസിഷൻ പ്ലസ് ജെറണ്ട് എവിടെ നിന്നാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കുക. നമ്മൾ ഒരു വേർബ് ഒരു പ്രിപ്പോസിഷൻ വെച്ച് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ജെറണ്ട് ഫോമിൽ യൂസ് ചെയ്യണം. ഇവിടെ നോക്കിയേ, ടയേർഡ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഓഫ് എഴുതി അല്ലേ? ഓഫ് എന്താണ്? പ്രിപ്പോസിഷൻ അല്ലേ? പ്രിപ്പോസിഷൻ ഒക്കെ എന്താണെന്ന് ഐ ഹോപ്പ് നമ്മളിവിടെ ക്ലാസ്സിൽ ഇരിക്കുന്നത് ഇംഗ്ലീഷിന്റെ ബേസിക് ഒക്കെ നിങ്ങൾ കഴിഞ്ഞു, ഇംഗ്ലീഷിന്റെ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ നമ്മൾ പഠിച്ച് സെറ്റായിട്ടിരിക്കുന്നവരാണ് ഇനി നമ്മൾ ഇമ്പോർട്ടൻറ്റ് റൂൾസ് പഠിക്കുന്നത് അല്ലേ? അപ്പം പ്രിപ്പോസിഷൻ എന്താണെന്ന് നമുക്ക് അറിയാമല്ലേ? ഒരു പൊസിഷൻ കാണിക്കുന്നത്, ഇൻ, ഓൺ, അറ്റ് എന്നൊക്കെ പറയുന്നതാണ് പ്രിപ്പോസിഷൻ. അപ്പോൾ ആ പ്രിപ്പോസിഷൻ എപ്പോഴും ഒരു, ഇവിടെ വേർബ് അല്ലേ ഇത്? ടയേർഡ് ഒരു വേർബാണ്. ടയേർഡ് ഇസ് എ വേർബ് ദർ. ആ ടയേർഡ് കഴിഞ്ഞ് ഡയറക്ട്ലി നമ്മൾ അടുത്ത് യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ജെറണ്ട് യൂസ് ചെയ്യണം. ഐ ആം ടയേർഡ് ഓഫ് ടോക്കിംഗ് അല്ലേ? ടയേർഡ് ഓഫ് എന്ന് പറയുമ്പോൾ അതാണ് ടയേർഡ് ഇസ് എ വേർബ് ദർ. ടയേർഡ് കഴിഞ്ഞ് ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചു. അത് കഴിയുമ്പം നമ്മൾ വർക്കിംഗ് അല്ലെങ്കിൽ ടോക്കിംഗ്, അവിടെയൊക്കെ ING ഫോം ഓഫ് ദ വേർബ് ഇസ് യൂസ്ഡ് ഇൻ ആക്ടിവിറ്റി, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ജെറണ്ട്. അപ്പോൾ എപ്പോഴും ഒരു വേർബ് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രിപ്പോസിഷൻ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ജെറണ്ട് തന്നെ യൂസ് ചെയ്യണം, ഓർ ING ഫോം തന്നെ യൂസ് ചെയ്യണം. ഇവിടെ നോക്കിയപ്പം ഹീസ് ടയേർഡ് ഓഫ് വർക്കിംഗ് എന്ന് തന്നെ നമുക്കത് എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാൻ തന്നെ റോങ് സെൻറ്റൻസ് വരുന്നില്ല. ബിക്കോസ് ടയേർഡ് ഓഫ് കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് തന്നെയാണ് പറയുക, വേറൊരു തെറ്റ് വരാൻ പറ്റില്ല അവിടെ. നമ്മൾ ടൂനെ നമ്മൾ പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്യാറുണ്ടല്ലോ. അടുത്ത റൂൾ നോക്കിയേ, ലുക്ക് ഫോർവേഡ് ടു, യൂസ് ടു എന്നൊക്കെ പറയുമ്പോഴവിടെ നമ്മൾ ആ ടൂവിനെ ഒരു പ്രപ്പോസിഷൻ ആയിട്ട് അവിടെ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ എപ്പോഴും ജെറണ്ട് തന്നെ അവിടെ ഉപയോഗിക്കണം. അവിടെ നോക്കിയേ, ഐ ലുക്ക് ഫോർവേഡ് കഴിഞ്ഞ് ഞാനിവിടെ ടു ഉപയോഗിച്ചില്ലേ? അപ്പൊ ഞാൻ മീറ്റിംഗ് എന്നല്ലേ വന്നേ? മീറ്റിംഗ് ഒരു ജെറണ്ട് അല്ലേ? ഷീ ഈസ് യൂസ്ഡ് ടു. യൂസ് ടു എന്ന് പറയുന്നത് എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു യൂസ്ഡ് ടു, പണ്ടത്തെ ഒരു കാര്യം. വുഡ് അല്ലേ? വുഡ് എപ്പോഴും യൂസ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? ആ സാധനം. ഷീ ഈസ് യൂസ്ഡ് ടു ലിവിങ് അലോൺ. ലിവിങ് ഇസ് ഓൾസോ എ ജെറണ്ട് അല്ലേ? ഇവിടെ ടു എന്താ? ടു നമ്മൾ പ്രപ്പോസിഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ നോക്കിയേ, ലുക്ക് ഫോർവേഡ് ഉണ്ട്, യൂസ്ഡ് ടു ഉണ്ട്, ഒബ്ജക്റ്റ് ടു ഉണ്ട്. ഐ ഒബ്ജക്റ്റ് ടു ഹിം കമ്മിങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അയാൾ ഇവിടെ വരുന്നതിന് എനിക്ക് ഇഷ്ടമല്ല, ഐ ഒബ്ജക്റ്റ് ടു ഹിം കമ്മിങ്. അപ്പോൾ ഒബ്ജക്റ്റ് കഴിഞ്ഞ് ടു വരുമ്പോൾ നമ്മൾ ആ കമ്മിങ് എന്നാണ് ING ഫോം ആണ് ഉപയോഗിച്ചത്. ഇതൊക്കെ കഴിയുമ്പോൾ എപ്പോഴും ജെറണ്ട് ഫോം തന്നെ ഉപയോഗിക്കണം. ഓക്കെ ആണല്ലോ? നമ്മൾ എവിടെയൊക്കെ ജെറണ്ട് ഫോം ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. പ്രിപ്പോസിഷൻ കഴിഞ്ഞിട്ട് ഓഫ്, ഒരു വേർബ് കഴിഞ്ഞിട്ട് ഒരു പ്രിപ്പോസിഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ജെറണ്ട് തന്നെ ഫോളോ ചെയ്യണം അവിടെ. സെയിം തിങ് ടു നമ്മളൊരു പ്രപ്പോസിഷൻ ആയിട്ട് യൂസ് ചെയ്താലും നെക്സ്റ്റ് തിങ് അത് കഴിഞ്ഞ് ജെറണ്ട് തന്നെ വരണം. നമ്മൾ സർട്ടൻ വേർബ്സിനെ പറ്റിയാണ് ഇപ്പൊ പഠിക്കുന്നത്. എവിടേക്കാണ് ജെറൻസ് വരേണ്ടത് അല്ലെങ്കിൽ ING ഫോം വരേണ്ടതെന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ING ഫോം ഒരു ആക്ഷൻസ് ഇൻ പ്രോഗ്രസ്. നമുക്കറിയാലോ, ഐ ആം ടോക്കിംഗ് നൗ, ഇപ്പോഴും നടക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ്, ഐ ആം ലേണിംഗ്, ഐ ആം സ്റ്റഡിങ്, ഇപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ING ഫോം എപ്പോഴും യൂസ് ചെയ്യണം. കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്നവർ, നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അപ്പോഴാണ് നമ്മൾ V1 ഉപയോഗിക്കുന്നത് അല്ലേ? നടന്നു കഴിഞ്ഞു, അങ്ങനത്തെ കാര്യങ്ങൾ. സീ, ഹിയർ, വാച്ച്, ഈ മൂന്നാണ് ഇവിടുത്തെ വേർബ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സീ, ഹിയർ, വാച്ച്. അപ്പം നമ്മൾ ഈ മൂന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും V1 അല്ലെങ്കിൽ ING ഫോം. നമുക്ക് എക്സാമ്പിൾസ് വെച്ച് പഠിച്ചാൽ ഇതൊക്കെ ശരിയാവുള്ളൂ. ഞാൻ വെറുതെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. സോ അല്ലേ, നമ്മൾ സീൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലേ അത്? ഐ സോ ഹിം അക്രോസ് ദ സ്ട്രീറ്റ് അല്ലേ? ഐ സോ ഹിം അക്രോസ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റയർ ആക്ഷനെ പറയാണ്. ഞാൻ കണ്ടു കഴിഞ്ഞു, അയാളെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു, അയാളെ ഞാൻ റോഡിൽ വെച്ച് കണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. ഐ സോ ഹിം ക്രോസിംഗ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഐ സോ ഹിം ക്രോസിംഗ് ദ സ്ട്രീറ്റ്, ഞാൻ ഇപ്പൊ കണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഇവിടുത്തെ ഡിഫറൻസ് നമ്മൾ വേറെ പറയുന്നത്. ആ ക്രോസിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം?
ING ഫോം ആയിട്ടല്ലേ ഉപയോഗിക്കുന്നേ. ഇവിടെ ഈ ക്രോസ് എന്താ, V1 അല്ലേ. സോ ലൈക്ക് ഐ സെഡ്, സിയും ഹിയറും വാച്ചും കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് കഴിഞ്ഞ് എന്ത് ഉപയോഗിക്കണം, V1 അല്ലെങ്കിൽ ING ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. ആൻഡ് വാട്ട് ഡിഫറൻസ് ഡസ് ദ സെന്റൻസ് മേക്ക് എന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഐ സോ ഹിം ക്രോസ് ദ സ്ട്രീറ്റ്, ഞാൻ അയാൾ ക്രോസ് ചെയ്യുന്ന കണ്ടായിരുന്നു. ഇറ്റ്സ് എ പാസ്റ്റ് ആക്ഷൻ, കഴിഞ്ഞു, ഇറ്റ്സ് എ കംപ്ലീറ്റ് ആക്ഷൻ. അപ്പം വാട്ട് ഡിഡ് ഐ യൂസ്, V1 ഫോം ഉപയോഗിച്ചു. പക്ഷെ ING ഫോം എന്താ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, യു ആർ ഇൻ ദ മിഡിൽ. ഞാൻ അയാളെ ഐ സോ ഹിം ക്രോസിംഗ് ദ സ്ട്രീറ്റ്, ഞാൻ ജസ്റ്റ് അങ്ങനെ ക്രോസ് ചെയ്യുന്ന കണ്ടായിരുന്നല്ലോ. സോ ഇറ്റ്സ് ലൈക്ക് ഇൻ ദ മിഡിൽ ഓഫ് ദ ആക്ഷൻ. അപ്പോഴാണ് നമ്മൾ ING ഫോം ഉപയോഗിക്കേണ്ടത്. ഐ സോ ഹിം ക്രോസിംഗ് ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞത്, ദാറ്റ് വാട്ട് ഡസ് ഇറ്റ് ഇംപ്ലൈ, ഇംപ്ലൈസ് ദാറ്റ് ഇപ്പൊ ജസ്റ്റ് കണ്ടായിരുന്നു, അയാൾ ഇപ്പോഴും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ ആക്ഷൻ പറയുകയാണെങ്കിൽ ING പറയാ. പക്ഷെ ഓൾറെഡി കഴിഞ്ഞ ഒരു ആക്ഷൻ ആണ്, ഐ സോ ഹിം ക്രോസ് ദ സ്ട്രീറ്റ്, ഇറ്റ്സ് സംതിങ് ഇൻ ദ പാസ്റ്റ്. സെയിം തിങ് ഇത് തന്നെയാണ് ഹിയർ, വാച്ച്. ഐ ഹേർഡ് ഹിം ടോക്ക് നൗ എന്ന് പറയുമ്പോൾ, ഐ ഹേർഡ് ഹിം ടോക്ക്, ഐ ഹേർഡ് ഹിം ടോക്ക് എന്ന് പറയുമ്പോൾ ടോക്ക് ഞാൻ V1 ഉപയോഗിച്ചത്. പക്ഷെ ഐ ഹേർഡ് ഹിം ടോക്കിംഗ് ഇൻ ദ നെക്സ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവിടെ ഉണ്ട്. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ ഹിയറിനും കൂടെ എഴുതാം. ഐ ഹേർഡ് ഹിം ടോക്ക്. ഇപ്പൊ ടോക്ക് എന്താ അവിടെ, V1 അല്ലേ. ഹിയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വേർബ് അല്ലേ, നമ്മൾ പറയുന്ന എക്സാമ്പിളിലെ വേർബ് ആണല്ലോ. ഐ ഹേർഡ് ഹിം ടോക്കിംഗ് ഇൻ ദ നെക്സ്റ്റ് റൂം. അപ്പുറത്തെ റൂമിൽ ഒരാൾ സംസാരിക്കുന്നത് ഞാൻ ജസ്റ്റ് കേട്ടുണ്ട്, പുള്ളി ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്, അതിനാണ് അർത്ഥം. ഇവിടെ ഞാൻ ING ഉപയോഗിച്ച, യു ആർ ഇൻ ദ മിഡിൽ ഓഫ് ദാറ്റ് ആക്ഷൻ. അത് കംപ്ലീറ്റ് ആയി എന്നുള്ളതിനുള്ള ഇംപ്ലിക്കേഷൻ അവിടെ ഇല്ല. ING ആണ് അതിൻ്റെ ഈ 3 വേർബ്സ് കഴിഞ്ഞ് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ സ്റ്റിൽ ഇൻ ദ മിഡിൽ ഓഫ് ദ ആക്ഷൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നമ്മൾ അങ്ങനെയാണ് ഈ വേർഡ്സ് കഴിഞ്ഞ് ഇതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്. ലൈക്ക് ഐ സെഡ്, നമ്മൾ ഇൻഫോർമലി ഇതൊക്കെ പറയാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വെൻ യു ലേണിംഗ് ഫോർമൽ ഇംഗ്ലീഷ് ഫോർ ദ കോമ്പറ്റേറ്റീവ് എക്സാംസ്, നമ്മൾ എക്സാമിന് മാർക്ക് വാങ്ങാൻ വേണ്ടി പഠിക്കുമ്പോൾ ഈ റൂൾസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. ആൻഡ് ദിസ് ഇസ് ഹൗ യു ആക്ച്വലി യൂസ് ഇറ്റ്, ഈവൻ ദോ വി നോട്ട് ഡൂയിങ് ദാറ്റ് ക്ലിയർലി. പക്ഷേ നമ്മൾ ഇങ്ങനെ ആക്ച്വലി യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഇറ്റ്സ് മിനിമം 2 ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിനുണ്ട്. 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാമിന് നമ്മുടെ മാർക്ക് അവിടെയും ഇവിടെയും മാറ്റാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. വോയിസ് ചേഞ്ച് അല്ലെങ്കിൽ ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരാൾ ഒരു സാധനം ചെയ്യുന്നു. പാസീവ് എന്താ, നമ്മൾ ഒബ്ജക്റ്റിനെ ഇയാൾ അത് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് ഓരോന്ന് പഠിക്കാം. ലൈക്ക് ഐ സെഡ്, നമ്മൾ യൂഷ്വലി ഒരു സെന്റൻസിന്റെ ആക്റ്റീവ് നമ്മൾ എന്താ പറയാ, സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്, ഇതല്ലേ ആക്റ്റീവ് ഫോം. അല്ലെങ്കിൽ നമ്മൾ ജനറലി പറയുന്ന കാര്യം അല്ലേ. അപ്പൊ നമ്മൾ പാസീവിൽ എന്ത് പറയണം, ആദ്യം എപ്പോഴും ഏജന്റ് കണ്ടോ, ആരാണോ ചെയ്യുന്നത് അതിനെ കൊണ്ട് ആദ്യം ഇടുക. ദ ക്യാറ്റ് ചേസ് ദ മൗസ് ആണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആക്റ്റീവ് വോയിസ് പറയുന്നത്. ഈ ക്യാറ്റ് ഇവിടെ സബ്ജക്റ്റ് ആണ്, ചേസ്ഡ് എന്താണ്, ഒബ്ജക്റ്റ് ആണ്. സോറി, ചേസ്ഡ് എന്താണ്, വേർബ് ആണ്. സോറി, ചേസ്ഡ് ഇസ് എ വേർബ് ഹിയർ അല്ലേ. ചേസ്ഡ് വേർബ് ആണ്, മൗസ് ആണ് ഒബ്ജക്റ്റ്. ദിസ് ഇസ് ആൻ ആക്റ്റീവ് ഫോം. നോക്കിയാൽ സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് ആക്റ്റീവ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹൗ ഡു യു ചേഞ്ച് ഇറ്റ് ടു എ പാസീവ്? ബേസിക് ആയിട്ടുള്ള റൂളാണ് കേട്ടോ ഇത്. ഇതാണ്, ദിസ് ഇസ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് നോ വെൻ യു ആർ ലേണിംഗ് ആക്റ്റീവ് പാസീവ്. പാസീവ് എടുക്കുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ട് ആദ്യം ഇടുക. ഒബ്ജക്റ്റിനെ കൊണ്ട് നമ്മൾ ആദ്യം ഇടുമ്പോൾ മൗസ് ഇട്ടില്ല, ദ മൗസ് അല്ലേ ഇവിടുത്തെ ഒബ്ജക്റ്റ്, ദ മൗസ് എന്ന് ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഈ ചേസ്ഡ് ഇവിടെ എന്ത് ടെൻസിലാണ്, പാസ്റ്റ് അല്ലേ, ഓർ ടു ബി വെരി പ്രിസൈസ് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലേ. സിമ്പിൾ പാസ്റ്റിനെ ഞാൻ പാസീവിലാക്കുമ്പോഴും ഇറ്റ് ഷുഡ് സ്റ്റിൽ ബി ഇൻ ദ പാസ്റ്റ് ടെൻസ്. ഇതാണ് നമ്മൾ എപ്പോഴും നമുക്ക് തെറ്റിപ്പോകുന്ന കാര്യം എന്താണ്, നമ്മൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റിൽ എപ്പോഴും നമ്മൾ ടെൻസിനെ ഫുൾ ആയിട്ട് മാറ്റും അല്ലേ. പ്രസന്റിലാണെങ്കിൽ പാസ്റ്റിലോട്ടാക്കും, പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോട്ടാക്കും നമ്മൾ പഠിച്ച കാര്യമാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ ആക്റ്റീവ് പാസീവിൽ ടെൻസ് മാറ്റരുത്. പാസ്റ്റ് നടന്ന കാര്യമാണെങ്കിൽ പാസീവും പാസ്റ്റ് തന്നെ ആയിരിക്കണം. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ബിക്കോസ് നമ്മൾ എക്സാമിന് ഇപ്പം നമ്മൾ യൂഷ്വലി MCQ ആണല്ലോ, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. നമുക്ക് ആക്റ്റീവ് പാസീവ് ഒക്കെ ഓപ്ഷൻ എലിമിനേഷൻ വഴി മാറ്റാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ടെൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു എലിമിനേറ്റ് ഓപ്ഷൻസ് ആൻഡ് ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്താണ്, ആക്റ്റീവ് വോയിസ് പ്രസന്റിലാണെങ്കിൽ പാസീവ് വിൽ ഓൾസോ ബി ഇൻ ദ പ്രസന്റ്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ പാസീവ് പാസ്റ്റിലായിരുന്നല്ലോ, നമുക്ക് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്തുകൂടെ.
നമ്മുടെ ഭാഗ്യത്തിന് ചിലപ്പോൾ എല്ലാ ഓപ്ഷനിലും ലൈക്ക് out of the 4, 3 would be in the past. അങ്ങനെയാണെങ്കിൽ you will get the correct answer in just like 2-3 seconds അല്ലേ? അതുകൊണ്ട് ഇത് ബേസിക് റൂൾ ആയിട്ട് പഠിച്ചു വെക്കാം. സോ ഇതിപ്പോ സിമ്പിൾ പാസ്റ്റിലാണല്ലോ. അപ്പൊ എന്ത് ചെയ്യണം? ചേസ്ഡ് തന്നെ എഴുതിയിട്ട് വാസ് എഴുതാം, ബിക്കോസ് ദിസ് ഇസ് സ്റ്റിൽ ഇൻ ദ പാസ്റ്റ് അല്ലേ? സോ ദ മൗസ് വാസ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ഈ ബൈയും കൂടെ ചേരാം. ഇവിടെ നോക്കിയേ, സബ്ജക്റ്റ് അല്ല, ഇവിടെ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് പ്ലസ് ബീന്റെ ഫോംസ്. ബീന്റെ ഫോംസ് എന്താന്നൊക്കെ അറിയാലോ അല്ലേ? ഇസ് ഉണ്ട്, ആർ ഉണ്ട്, വാസ് ഉണ്ട്, വേർ ഉണ്ട്, ഹാസ്, ഹാഡ്, ഹാവ്, പിന്നെന്താ ബീൻ, ബീങ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇതൊക്കെയാണ് ബീന്റെ ഫോംസ് ഓഫ് ബി എന്ന് പഠിക്കുക നമ്മൾ. ഇറ്റ്സ് എ വെരി വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് റോട്ട് ഇറ്റ് ഫോർ യു. സോ എപ്പോഴും നമ്മൾ സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ആണ്. ആദ്യം കൊണ്ട് ഒബ്ജക്റ്റിനെ ഇടുക. ദെൻ don't change the verb, don't change the tense of the verb. അവിടെ തന്നെ ടെൻസിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബി പ്ലസ് ദാറ്റ് വേർബ് ന്റെ V3 ഫോം. V3 ഫോം ഓർമ്മയുണ്ടല്ലോ? V3 കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു. V1, V2, V3. ഈ V3 is the most important form for passive voice. നമുക്ക് റൈറ്റിന്റെ നോക്കാം. V1 ആണെങ്കിൽ റൈറ്റ്, V2 is wrote, V3 is written അല്ലേ? V3 ഫോം ആണ് എപ്പോഴും ആക്റ്റീവ് പാസീവ്. പാസീവ് വോയിസിൽ നമ്മൾ എപ്പോഴും V3 ബി ഫോം പ്ലസ് V3 അതാണ് നമ്മുടെ പാസീവ് വോയിസ്. നമ്മൾ V3 പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ അപ്പോൾ തന്നെ ക്ലിയർ ആവും. നോക്കിയേ, ക്യാറ്റ് ചേസ് ദ മൗസിൽ ഞാൻ എന്ത് ചെയ്തു? മൗസ് ആയിരുന്നു അവിടെ ഒബ്ജക്ട്. ദ മൗസ് വാസ് ചേസ്ഡ് ബൈ ദ ക്യാറ്റ്. ക്യാറ്റാൽ മൗസ് ചേസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചെഴുതുകയാണ്. കാരിയർ എന്ന് പറയുന്ന സാധനം. ഹോപ്പ് ദിസ് ഇസ് ഓൾ ക്ലിയർ. നമുക്ക് മൊഡാൽസ് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചില്ലേ? മൊഡാൽ വേർബ്സ് ഉണ്ടെന്ന്. എന്തായിരുന്നു? വിൽ, മേ, മൈറ്റ്, ഷാൽ, അത് ക്യാൻ, കുഡ്. ആ മൊഡാൽസ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആക്റ്റീവ് പാസീവ് ആക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. മൊഡാലിൽ വരുമ്പോൾ സെയിം തിങ് ആണ്. നോക്കിയേ, വർക്ക് ഷുഡ് ബി കംപ്ലീറ്റഡ് ബൈ ടുമോറോ. ആ ഷുഡ് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു നോക്കിയേ? ഇതിപ്പോ നമ്മുടെ പാസീവ് ആണ്. ഇതിന്റെ ആക്റ്റീവ് എന്താ നമുക്ക് ആദ്യം നോക്കാം. The work should completed tomorrow എന്നാണ് പറയുന്നത്. You should complete the work by tomorrow. ഇതാണ് ഇതിന്റെ ആക്റ്റീവ് കേട്ടോ. സോ ക്വസ്റ്റ്യൻ വരെ എന്താ? ഈ ആക്റ്റീവ് വന്നിട്ട് പാസീവ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണ്ടേ? ഈ ഷുഡ് എന്താ? മൊഡാൽ അല്ലേ? So when you have a modal in your active voice, how would you change into passive എന്നാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സോ വർക്ക് അല്ലേ ഇവിടുത്തെ ഒബ്ജക്റ്റ്. ഞാൻ വർക്കിനെ കൊണ്ട് ആദ്യം എഴുതി, ബിക്കോസ് ഒബ്ജക്ട് കംസ് ഫസ്റ്റ്. ദ വർക്ക് മൊഡാൽസ് വരുമ്പം മൊഡാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് എഴുതുക. ദ മൊഡാൽ വർക്ക് ഷുഡ് ബി, ഷുഡ് കഴിഞ്ഞ് ബി കഴിഞ്ഞ് കംപ്ലീറ്റ്. കംപ്ലീറ്റഡിന്റെ V3 is completed only, right? So the work should be completed by tomorrow. നമ്മൾ ഫ്രേസ് ആണ്, just write in the end. So the work should be completed by tomorrow. The construction should be finished today. You should finish the construction today. You ഒന്നും അവിടെ ബൈ യു എന്ന് എഴുതണമെന്ന് അത്യാവശ്യമില്ല. കാരണം കുറേ കാര്യങ്ങളൊക്കെ the thief, the police ran behind the thief എന്ന് പറയുമ്പോൾ ബൈ ദ പോലീസ് പറയണ്ട. തീഫിനെ എപ്പോഴും കള്ളനെ പോലീസാണ് പിടിക്കുന്നത് നമുക്ക് അറിയാം, ഇംപ്ലൈഡ് ആണ്. സോ അവിടെ ബൈ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. there are some cases where you can skip. ബൈ എഴുതിയില്ലെങ്കിലും it's implied. It's okay. The construction should be finished. കണ്ടോ, ഷുഡ് കഴിഞ്ഞ് ബി കഴിഞ്ഞ് V3 ഫോം. ബി തന്നെ എഴുതുക. ദ റൂൾ മസ്റ്റ് ബി ഫോളോഡ്. യു മസ്റ്റ് ഫോളോ ഓൾ ദ റൂൾസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നമുക്കിപ്പോൾ ചിലപ്പം തിരിച്ചും വരാറുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻസ് ആക്റ്റീവ് ടു പാസീവ്, പാസീവ് ടു ആക്റ്റീവും വരാം. ഇപ്പം സപ്പോസ് ഇവിടെ ക്വസ്റ്റ്യൻ ഇപ്പം റൂൾ മസ്റ്റ് ബി ഫോളോഡ് ആണ്. നമ്മൾ ഹൗ ഡു യു ചേഞ്ച് ഇറ്റ് ടു ആക്റ്റീവ്? യു മസ്റ്റ് ഫോളോ ദ റൂൾ അല്ലേ? അതിനെ ഞാൻ എന്ത് ചെയ്തു? റൂളിനെ കൊണ്ട് ആദ്യം എഴുതുന്നത്. റൂൾ മസ്റ്റ് ഇസ് എ മൊഡാൽ പ്ലസ് ബി പ്ലസ് V3 ഓഫ് ഫോളോ. ഫോളോന്റെ V3 എന്താണ്? ഫോളോ, ഫോളോഡ്, ഫോളോഡ് അല്ലേ? അപ്പോൾ ആ V3 ഞാൻ കൊണ്ട് അവിടെ എഴുതി. സോ ഇതാണ് നമ്മൾ ആക്റ്റീവ് പാസീവില് മൊഡാൽസ് വരുമ്പോൾ എന്ത് ചെയ്യണം? ബേസിക് സ്ട്രക്ചർ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആദ്യം ഒബ്ജക്റ്റിനെ എഴുതുക. ഫോംസ് ഓഫ് ബി എന്താണോ എഴുതുക. ടെൻസ് അത് തന്നെ എഴുതുക. ടെൻസ് മാറ്റരുത്. അതാണ് പാസീവിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. ടെൻസ് ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ്. അത് കഴിഞ്ഞ് V3 ഫോം ഓഫ് ദ വേർബ് എഴുതുക, പിന്നെ ഒബ്ജക്റ്റ് എഴുതുക.
2 ഒബ്ജക്ട്സ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. ചില വേർബ്സ് ഈ വേർബ്സ് എന്തൊക്കെയാ? ഗിവ്, ടെൽ, ഷോ, ഇങ്ങനത്തെ കുറച്ച് വേർബ്സിന് 2 ഒബ്ജക്ട്സ് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് 2 രീതിയിൽ പാസീവ് കൺസ്ട്രക്ഷൻസ് വരാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഗിവ് ആണല്ലോ, ഹി ഗേവ് മീ എ ബുക്ക്. ഇവിടെ അവൻ എനിക്കൊരു ബുക്ക് തന്നു എന്നാണ്. അപ്പൊ ഞാനും അവിടെ ഒരു ഒബ്ജക്റ്റ് ആണ്, ബുക്കും ഒരു ഒബ്ജക്റ്റ് ആണ്. ഹി ഇസ് ദ സബ്ജക്റ്റ് അല്ലേ? നോക്കിയേ, ഇഫ് യു ലൈക്ക്, നമ്മൾ പൊതുവേ നമുക്കൊരു സെന്റൻസ് കിട്ടിയാൽ നമ്മൾ ഫസ്റ്റ് തിങ് ചെയ്യേണ്ടത് ആക്റ്റീവ് പാസീവ് സബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യുക, വേർബ് ഐഡന്റിഫൈ ചെയ്യുക, ഒബ്ജക്ട് ഐഡന്റിഫൈ ചെയ്യുക, വേർബിന്റെ ടെൻസ് ഐഡന്റിഫൈ ചെയ്യുക. അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാതി കാര്യം കഴിഞ്ഞു. ഇവിടെ നോക്കിയേ, ഹി ഇസ് ദ സബ്ജക്ട്, ഗേവ് എന്താണ്? വേർബ് ആണ്. കണ്ടോ, ഗിവ് ഇസ് ദ വേർബ് ഇൻ ദാറ്റ് ലിസ്റ്റ് ഓൾസോ. 2 ഒബ്ജക്റ്റ് വരാൻ പറ്റുന്ന വേർബ്സ് ആണ്. ഇവിടെ മീയും ഒരു ഒബ്ജക്റ്റ് ആണ്, ബുക്കും ഒരു ഒബ്ജക്റ്റ് ആണ് അല്ലേ? എനിക്ക് തന്നു, എനിക്ക് എന്ത് തന്നു? ബുക്ക് തന്നു. ഇത് രണ്ടും അവിടുത്തെ ഒബ്ജക്റ്റ് ആണ്. അപ്പൊ എങ്ങനെ നമ്മൾ അതിനെ മാറ്റണം എന്നാണ്. 2 രീതിയിൽ നമുക്ക് മാറ്റാം. 2 ഒബ്ജക്റ്റിനെ ആദ്യം കൊണ്ട് വെച്ചിട്ട് നമുക്ക് രണ്ടും ഇറ്റ്സ് ബോത്ത് കറക്റ്റ്. അവിടെ നോക്കിയാൽ ഞാനിപ്പം മീനെയാണ് അവിടെ ഒബ്ജക്റ്റ് ആക്കിയെങ്കിൽ ഹൗ വുഡ് ഐ ചേഞ്ച് ഇറ്റ് ഇൻ ടു പാസീവ്? മീ വാസ് ഗിവൺ എന്ന് പറയുന്നത്, മീനെ സബ്ജക്റ്റ് ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഐ എഴുതണം അല്ലേ? ഐ ഗേവ് പാസ്റ്റിലാണെന്ന് ഞാൻ പറഞ്ഞു. പാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ ബി പ്ലസ് B3 ആകുമ്പോൾ വാസ് എഴുതാം അല്ലേ? സോ ഐ വാസ് ഗിവൺ എ ബുക്ക്. ബൈ ഹിം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ലൈക്ക് ഐ സെഡ് യു ക്യാൻ സ്കിപ്പ് ദ സബ്ജക്ട് ചില കാര്യങ്ങളിൽ. ഇവിടെ നോക്കിയേ, അപ്പൊ ഇവിടെ എന്താണ്? ഞാൻ ഈ മീ എന്ന ഒബ്ജക്റ്റിനെ പാസീവ് ആക്കിയപ്പം ഇത് വന്നു. ബുക്ക് ആണെങ്കിലോ, എ ബുക്ക് വാസ് ഗിവൺ സെയിം തിങ് ടു മീ. ബൈ ഹിം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. റിപ്പീറ്റിംഗ് ഇറ്റ് ബിക്കോസ് കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ബൈ എഴുതിയില്ലെങ്കിൽ തെറ്റല്ലേ? അത് ഓപ്ഷൻ ലൈക്ക് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് പഠിക്കുന്നത്. പ്ലേ വിത്ത് ദ ഓപ്ഷൻസ്. ഓപ്ഷൻസിൽ എന്താണ്? ഓപ്ഷൻസിൽ ബൈ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. സോ ലൈക്ക് ഐ സെഡ്, ചില വേർബ്സ് കഴിഞ്ഞിട്ട് 2 ഒബ്ജക്റ്റ് വന്നാൽ ആ 2 ഒബ്ജക്റ്റിനെയും ആദ്യം വെച്ച് എഴുതിയാൽ ഇറ്റ്സ് കറക്റ്റ്. 2 ഒരെണ്ണം മാത്രം ഒന്നും ഇല്ല. ചില ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് കഴിഞ്ഞിട്ട് 2 ഒബ്ജക്റ്റ് വന്നാൽ ദർ ആർ 2 പാസീവ് ഫോംസ്. മൈ ക്ലിയർ? ഇനി ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്താണ്? കുറച്ച് വേർബ്സ് ഉണ്ട് ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് ഇൻ പാസീവ് ബിക്കോസ് ദേ ഹാവ് നോ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഇല്ല. നോക്കിയേ, ഹാപ്പൻ, അറൈവ്, സ്ലീപ്പ്, ഡൈ, ഇതിനൊന്നും ചില എപ്പോഴും അല്ല, കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒബ്ജക്റ്റ് ഇല്ലാണ്ട് വരും. അപ്പോൾ ദർ ഇസ് നോ പാസീവ്. നോക്കിയേ, ആൻ ആക്സിഡന്റ് ഹാപ്പൻഡ്. കണ്ടോ, ഹാപ്പൻ അവിടുത്തെ ഒരു വേർബാണല്ലോ, പാസ്റ്റ് ടെൻസിലുള്ള ഒരു വേർബാണ്. അത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ടോ? ആക്സിഡന്റ് സബ്ജക്റ്റ് ആണ്, നടന്നു. ആ നടന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കഴിഞ്ഞു, ആ സെന്റൻസ് അവിടെ കഴിഞ്ഞു. ദർ ഇസ് നോ ഒബ്ജക്റ്റ്. അങ്ങനെ ഇല്ലാത്തപ്പോൾ വാട്ട് യു ഷുഡ് ഡു? ദർ ഇസ് നോ പാസീവ്. ഇതിന്റെ ആൻ ആക്സിഡന്റ് ഹാപ്പൻഡിന്റെ ആക്റ്റീവ് ഫോമിന് എന്താണ് പാസീവ് എഴുതാന്ന് വെച്ചാൽ ഓപ്ഷൻ അങ്ങനെ തന്നെയാണ്. ദർ ഇസ് നോ പാസീവ്. ആൻ ആക്സിഡന്റ് ഹാപ്പൻഡ് പാസീവ്, ആൻ ആക്സിഡന്റ് ഹാപ്പൻഡ് തന്നെയാണ്. ബിക്കോസ് ദർ ഇസ് നോ ഒബ്ജക്റ്റ്. ആൻ ആക്സിഡന്റ് ഹാപ്പൻ, ദ ആക്സിഡന്റ് ഹാപ്പൻ സഡൻലി. ഹി അറൈവ്ഡ് ലേറ്റ്. നോക്കിയേ, ഹി അറൈവ്ഡ് ലേറ്റ്. അയാൾ താമസിച്ച് വന്നു എന്ന് പറയില്ലേ? അറൈവ്ഡ് ആണ് അവിടുത്തെ വേർബ്, ലേറ്റ് അവിടുത്തെ ഒബ്ജക്റ്റ് അല്ല. അപ്പം ഹി അറൈവ്ഡ് ലേറ്റിന്റെ പാസീവ് എന്താണ്? അറൈവ്ഡ് ലേറ്റ് തന്നെയാണ്. ഐ സ്ലെപ്റ്റ് പീസ്ഫുള്ളി. നോക്കിയേ, ഐ സ്ലെപ്റ്റ് പീസ്ഫുള്ളി ഒന്നും വേണ്ട, ഐ സ്ലെപ്റ്റ് യെസ്റ്റർഡേ എന്ന് എഴുതിക്കോ. ഐ സ്ലെപ്റ്റ് യെസ്റ്റർഡേയില് ഐ സബ്ജക്റ്റ് ആണ്, വേർബ് ആണ്. ഒബ്ജക്റ്റ് ഉണ്ടോ? ഇല്ല. സോ സ്ലീപ്പ് കഴിഞ്ഞ് അങ്ങനെ ഒബ്ജക്റ്റ് വരണം എന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ പാസീവ് ഇല്ല. ഇതിനെ ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എന്നാട്ടോ പറയുന്നത്. ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എക്സാമ്പിൾസ് ഉണ്ട്. ലൈക്ക് ഐ സെഡ്, ഞാനിപ്പം ഈ സ്ലീപ്പിന് ഒരു എക്സാമ്പിൾ എഴുതിയില്ല, അതേപോലെ എല്ലാ വേർഡ്സും നിങ്ങൾ എക്സാമ്പിൾ എഴുതി മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ്സ് തറോ ഫോർ യു. ഗെറ്റിന്റെ പാസീവ് എന്താണെന്നാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഒരു ഇൻഫോർമൽ, ഒരു പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം സംഭവിച്ചു നമ്മൾ ഗെറ്റിന്റെ ഉപയോഗിക്കാറുണ്ട്. നോക്കിയേ, ഇവിടെ ഹി ഗോട്ട് ഹേർട്ട്. ഹി ഗോട്ട് ഹേർട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് എന്തോ സംഭവിച്ചു, അയ്യോ എന്തോ ഒരു കാര്യം നടന്നു എന്ന് പറയുന്നതാണ് അവിടുത്തെ ഗോട്ട്. ഒരു ആക്സിഡന്റ് വരുമ്പോൾ ഹി ഗോട്ട് സ്ട്രക്ക് ബൈ എ കാർ, ഹി ഗോട്ട് ഹിറ്റ് ബൈ എ ട്രക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ആ ഗോട്ട് പറയില്ല നമ്മൾ, ഹി ഗോട്ട് ഹിറ്റ് ബൈ എ ട്രക്ക്. അവിടെ ആ ഗോട്ട് എന്താ? ഇറ്റ്സ് ആൻ ആക്സിഡന്റ് അല്ലേ? അതേപോലെ ഹി ഗോട്ട് ഹേർട്ട് ബൈ ഹിം, ഹി ഗോട്ട് ഹേർട്ട് ബൈ ഫോളിംഗ് എന്നൊക്കെ പറയുന്നൊക്കെ ഗോട്ടൊക്കെ അവിടെ ആക്സിഡന്റ് പറയാനാണ്. മൈ ഫോൺ ഗോട്ട് സ്റ്റോളൻ. എക്സ്പെക്റ്റഡ് ആണോ? അല്ല, എൻ്റെ ഫോൺ പെട്ടെന്ന് പോയി, എൻ്റെ കയ്യിൽ നിന്ന് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇറ്റ്സ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്. അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഗെറ്റിനെ ഗോട്ടാക്കി എഴുതുമ്പോഴാണ്, നമ്മൾ പാസീവായിട്ട് എഴുതുമ്പോൾ നമ്മളെപ്പോഴും ഒരു ആക്സിഡന്റ് കാണിക്കാനോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു കാര്യം കാണിക്കാനോ നമ്മൾ ഗെറ്റിന്റെ ഗോട്ട് എന്നങ്ങ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ?
അഗൈൻ ലൈക്ക് ഐ സെഡ് ആക്റ്റീവ് പാസീവും ഉണ്ട്, ഇൻഡയറക്റ്റ് ഡയറക്റ്റും ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നറേഷൻ എന്ന് പറയും അല്ലേ. നമ്മളിപ്പം എന്നോട് ഒരാൾ പറഞ്ഞു ഒരു ബുക്ക് എടുത്ത് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേറൊരാളുടെ പോയി റിപ്പോർട്ട് ചെയ്യണം. അവൻ എന്നോട് പറഞ്ഞു ആ ബുക്ക് എടുത്ത് കൊടുക്കാവോ. ഇറ്റ്സ് എ റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മൾ ന്യൂസ് റിപ്പോർട്ട്സ് വായിക്കില്ലേ, സെയിം തിങ്. ഓൾറെഡി നടന്ന ഒരു കാര്യത്തിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്. ഇറ്റ്സ് എ റിപ്പോർട്ടഡ് സ്പീച്ച്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ്. എന്നോട് ഡയറക്റ്റ്ലി പറഞ്ഞൊരു കാര്യം ഞാൻ വേറൊരാൾ പോയി ഇൻഡയറക്ട്ലി പറയാണ്. സോ അയാൾ എന്നോട് ഇത് പറഞ്ഞു എന്ന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച്. നമുക്ക് നറേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്നും പറയും. റിപ്പോർട്ടഡ് സ്പീച്ച് എന്നും പറയുന്ന കാര്യമാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ലൈക്ക് ഐ സെഡ് ടെൻസ് മാറും. ടെൻസ് മാറും. ആക്റ്റീവ് പാസീവിൽ ടെൻസ് മാറില്ല, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ടെൻസ് മാറും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ബേസിക് റൂൾ. ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷണൽ എലിമിനേഷൻ നമുക്ക് കുറേയൊക്കെ ഇത് ഉപയോഗിച്ചൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. റിപ്പോർട്ടഡ് വേർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമുക്ക് നോക്കിയേ, പ്രസന്റിലാണ് റിപ്പോർട്ട്. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറുക. വില്ല് വുഡാവും, ക്യാന് കുഡാവും, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. ബേസിക്കലി പ്രസന്റ് ആണെങ്കിൽ പാസ്റ്റിലോട്ട് മാറ്റിയിട്ട് വരിക. ഓൾസോ ഓൾറെഡി പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക. ഓർമ്മയുണ്ടല്ലോ പാസ്റ്റ് പെർഫെക്റ്റ് നമുക്ക് 12 ടെൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. നോക്കിയേ, ഹി സെഡ് ഐ ആം ടയേർഡ്. ഇതാണ് ഇവിടുത്തെ ഡയറക്റ്റ്. അവൻ ടയേർഡ് ആണെന്ന് അവൻ എന്നോട് പറഞ്ഞു. ഹി സെഡ് ദാറ്റ്. ആ ദാറ്റ് എന്താണ്? ദാറ്റ് he said that is a connector. നമ്മൾ റിപ്പോർട്ടിംഗ് കണക്ടർ ഉണ്ട്. അയാൾ എന്നോട് he said he is late. അപ്പോൾ എന്താ പറയുക? he said that he was late എന്ന് എഴുതാം. so he said that he was tired. കണ്ടോ ഇവിടെ സിമ്പിൾ am tired എന്താണ്? സിമ്പിൾ പ്രസന്റ് അല്ലേ. so പാസ്റ്റ് ആക്കി ഞാൻ. കണ്ടോ നമ്മൾ. പക്ഷേ ആക്റ്റീവ് പാസീവ് യു ഡോണ്ട് ചേഞ്ച് ദ ടെൻസ്. അതാണ് ബേസിക് റൂൾ. യു ഡോണ്ട് ചേഞ്ച് ദ ടെൻസ് ഫോർ ആക്റ്റീവ് പാസീവ്. റിപ്പോർട്ടഡിൽ സിമ്പിൾ പ്രസന്റ് പാസ്റ്റ് ആവും, പാസ്റ്റ് പെർഫെക്റ്റ് ആവും. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ടെൻസ് ഐഡന്റിഫൈ ചെയ്യാനും അറിയണം, ടെൻസ് മാറ്റാനും അറിയണം. ദാറ്റ് ഇസ് ദ ബേസിക് റൂൾ ഹിയർ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മൾ യൂണിവേഴ്സലി ഉള്ള കുറച്ച് ട്രൂത്ത്സ് ഉണ്ട് അല്ലേ. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അതിപ്പം ഇവിടെ ആണെങ്കിലും അപ്പുറത്തെ സൈഡ് ആണെങ്കിലും എവിടെയാണെങ്കിലും സൺ എപ്പോഴും ഈസ്റ്റിലാണ് റൈസ് ചെയ്യുന്നത്. അതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. പിന്നെ നമ്മൾ കുറെ പ്രോവേർബ്സ് പറയില്ലേ, ഹോണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി എന്നൊക്കെ പറയുന്നത് വർഷങ്ങളായിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. ഇറ്റ്സ് ലൈക്ക് എ പ്രോവേർബ്. അങ്ങനെ പറയുമ്പോഴും നമ്മൾ മാറ്റരുത്, യൂണിവേഴ്സൽ ട്രൂത്തിന് മാറ്റരുത്. നോക്കിയത് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ ഒരാൾ എന്നോട് പറയാണ് കിഴക്ക് ഉദിച്ചു എന്ന്. ഞാനത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പടിഞ്ഞാറാവുന്നില്ലല്ലോ. ഇറ്റ്സ് ഓൾവേസ് ഇൻ ദ ഈസ്റ്റ്. സോ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ആകുമ്പോൾ he said that. ഈ that എപ്പോഴും വേണം കേട്ടോ, because you are reporting it. It's a connector. He said that the sun rises. കണ്ടോ ഇവിടെ rises because it's a universal truth. അല്ലെങ്കിൽ ഹാബിറ്റിനും ഉണ്ട്. I wake up every day at 7. It's a habit. നോക്കിയേ, he said I wake up at 7 daily. എന്നും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡെയിലി ഹാബിറ്റ് ആണ്, എവറി ഡേ ഹാബിറ്റ് ആണെങ്കിൽ ഇതിന് എങ്ങനെ വരും? ഹി സെഡ് ദാറ്റ് ഹി വേക്സ് അപ്പ് അറ്റ് 7 ഡെയിലി. അങ്ങനെ എന്തെങ്കിലും എഴുതാം, ടെൻസ് മാറ്റണ്ട. ക്ലിയർ അല്ലേ? ഞാനിവിടെ വേക്സ് തന്നെ എഴുതിയുള്ളൂ, അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് വേർഡ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഓപ്ഷൻ എലിമിനേഷൻ നോക്കുക. കുറച്ച് വേർഡ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാറ്റണം എന്ന് നിർബന്ധമാണ്. അത് വെച്ച് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. എന്തൊക്കെയാണ്? ദിസിനെ ദാറ്റ് ആക്കണം, ദീസിനെ ദോസ് ആക്കണം, ഹിയറിനെ ദെയർ ആക്കണം, നൗവിനെ ദെൻ ആക്കണം. ഐ ആം കമ്മിങ് നൗ എന്ന് പറയുമ്പോൾ അതിനെ റിപ്പോർട്ട് ചെയ്യണം എന്തിനു വരും? ഷീ സെഡ് ദാറ്റ് ഷീ വാസ് കമ്മിങ് ദെൻ. നൗ ഇസ് ഓൾവേസ് ചേഞ്ചിങ് ടു ദെൻ. ടുഡേനെ എന്ത് ചെയ്യണം? ദാറ്റ് ഡേ എന്നാക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ വെച്ച് തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് അപ്പം തന്നെ ഉത്തരം എഴുതി പോകാൻ പറ്റാറുണ്ട്. ടുഡേ ദാറ്റ് ഡേ ആവും, ടുമോറോ നെക്സ്റ്റ് ഡേ ആവും, യെസ്റ്റർഡേ എന്താവും? ഡേ ബിഫോർ, അല്ലെങ്കിൽ പ്രീവിയസ് ഡേ എന്നും പറയാം. ഓക്കെ, സോ ഷീ സെഡ് ഐ വിൽ ഗോ ടുമോറോ. അപ്പൊ എങ്ങനെ മാറ്റും? ഷീ സെഡ് ദാറ്റ് ഷീ വില്ലാണ്. ഐ അപ്പോസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ഐ വില്ലല്ലേ. ഐ വില്ലിന് ഷീ വുഡ് ഗോ. ടുമോറോ വിൽ ബിക്കം ദ നെക്സ്റ്റ് ഡേ.
സോ ഞാൻ പറയാണ്, ഇപ്പോൾ ഓപ്ഷൻസിൽ ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഗോ ടുമോറോ എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ടാവും. ടുമോറോ എന്തായാലും എന്താ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറ്റണം, അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് തെറ്റാണ്. അപ്പോൾ യു ക്യാൻ എലിമിനേറ്റ് ദോസ് 2 ഓപ്ഷൻസ് അപ്പം തന്നെ, ബാക്കിയൊന്നും നോക്കണ്ട. അപ്പോൾ ടുമോറോ എന്നുള്ള സാധനം റിപ്പോർട്ട് ഡയറക്റ്റ് സ്പീച്ചിൽ ഉണ്ടെങ്കിൽ ഇൻഡയറക്റ്റ്ലി അപ്പം തന്നെ അതിനെ നെക്സ്റ്റ് ഡേ തപ്പുക ഓപ്ഷൻസിൽ. യു ക്യാൻ എലിമിനേറ്റ് അങ്ങനെ തന്നെ കുറേ മാറ്റാം. സോ ടുമോറോ, ടുഡേ, ദാറ്റ് ഡേ ആവും. നൗവിനെ എപ്പോഴും ദെൻ ആക്കണം. വില്ല് വുഡ് ആവും, ക്യാന് കുഡ് ആവും, ദിസ് ദാറ്റ് ആവും, ദീസ് ദോസ് ആവും. നമ്മൾ പഠിച്ചു വെക്കാം. ലൈക്ക് ചില ഓപ്ഷൻ എലിമിനേഷൻ നോക്കുമ്പോൾ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഈസി ഫോർ യു ടു എലിമിനേറ്റ് ഓപ്ഷൻസ്. ആൻസർ അപ്പം തന്നെ എടുത്തിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇന്ററോഗേറ്റീവ് സെന്റൻസസ്. ഇന്ററോഗേറ്റീവ് എന്താണ്? ക്വസ്റ്റ്യൻസ് അല്ലേ. ക്വസ്റ്റ്യൻസ് എങ്ങനെ മാറ്റാമെന്നാണ് നമ്മൾ നോക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിൽ യു ഹെൽപ്പ് മീ, വിൽ യു കം ഹിയർ എന്നൊക്കെ ഉത്തരം എന്താണ്? ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ അല്ലേ. യെസ് അല്ലെങ്കിൽ നോ പറയുന്നതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. നോക്കിയാൽ നമുക്ക് ഉത്തരം വെച്ച് നോക്കാം. ഓക്കെ, ആർ യു കമ്മിങ്, ആർ യു കമ്മിങ്ങിന് 2 ഉത്തരമല്ലോ. ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. വരുന്നുണ്ടോ, വരുന്നുണ്ട്, വരുന്നില്ല, 2 ഉത്തരങ്ങളെ വരാൻ പറ്റുള്ളൂ അതിന്. ഇറ്റ്സ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഹൗ വുഡ് യു റിപ്പോർട്ട് ഇറ്റ്? ഹി ആസ്ക്ഡ് ഇഫ്. കണ്ടോ? അല്ലെങ്കിൽ ഹി ആസ്ക്ഡ് വെദർ ഐ വാസ് കമ്മിങ് ഇസ് ഓൾസോ റൈറ്റ്. ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കാം. വേർ ഡു യു ലിവ്, അത് നമ്മൾ അടുത്ത എക്സാമ്പിൾ ആണ്. WH ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. വേർ ഡു യു ലിവ്, വാട്ട് ഇസ് യുവർ നെയിം. WH വേർഡ്സ് ഉണ്ട്. WH വാട്ട്, വേർ, ഹൂ, ഹൂം, ഇതൊക്കെയാണ് WH. കണ്ടോ? WH ആണ്, ഈ വേർഡ്സ് ആണ് WH. സോ where do you live, where is a WH question അല്ലേ. where do you live ആവുമ്പോൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ ഇതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കി അങ്ങ് മാറ്റിയാൽ മതി. ഡോണ്ട് യൂസ് if or whether അല്ലാട്ടോ അവിടെ. ഇറ്റ്സ് എ ഡിഫറെന്റ് റൂൾ. ഹി ആസ്ക്ഡ് where I lived. കണ്ടോ? അത് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി ആ ടെൻസ്. ഡു ലിവ് ആണ് ഇവിടുത്തെ വേർബ് അല്ലേ. ഇറ്റ്സ് ഇൻ പ്രസന്റ് ടെൻസ്, ജസ്റ്റ് മേക്ക് ഇറ്റ് ഇൻ പാസ്റ്റ്, ലിവ്ഡ് ആക്കുക. കണ്ടോ? ഹി ആസ്ക്ഡ് where I lived. സോ ഇതൊരു നമ്മൾ ബേസിക്കലി WH ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വാട്ട് ഡു യു ചേഞ്ച്, അതിനൊരു സ്റ്റേറ്റ്മെന്റ് ആക്കി അങ്ങോട്ട് മാറ്റാം. ഞാനൊരു എക്സാമ്പിൾ കൂടെ പറയാം. വാട്ട് ഇസ് യുവർ നെയിം. നമ്മൾ എപ്പോഴും ആൾക്കാരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ, വാട്ട് ഇസ് യുവർ നെയിം. എന്നോട് സമ്മൺ ആസ്ക് മീ വാട്ട് ഇസ് യുവർ നെയിം അല്ലേ. ഞാൻ അപ്പുറത്ത് പറയായിരുന്നു ഹി ആസ്ക്ഡ്, എന്നോട് പേര് ചോദിച്ചു, അവൻ എന്നോട് പേര് ചോദിച്ചു. അതെങ്ങനെ ഞാൻ റിപ്പോർട്ട് ചെയ്യും? ഹി ആസ്ക്ഡ് വാട്ട് മൈ നെയിം was. Full stop. Question mark illa pinna, because you already changed it into a statement. Appo full stop idga. Okay? The imperative sentences. What are imperative? It's like a request, command, order. ഇതൊക്കെയാണ് imperations എന്ന് പറയുന്നത്. imperative sentences എന്ന് പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? imperative sentences ഇവിടെ നോക്കിയേ. Please sit down. She said. Please നമ്മളവിടെ പറഞ്ഞല്ലോ. Please എപ്പോഴാണ് പറയുന്നത് നമ്മൾ? Please you say it for request അല്ലേ. നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്ലീസ് പറയുന്നത്. പ്ലീസ് കെൻ യു പ്ലീസ് പാസ് ദ സ്പൂൺ. റിക്വസ്റ്റ്. പ്ലീസ് സിറ്റ് ഡൗണിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പം ഹി ആസ്ക്ഡ് മീ ടു പ്ലീസ് സിറ്റ് ഡൗൺ അല്ല, ആ പ്ലീസിനെ അവിടെ തന്നെ അങ്ങോട്ട് മാറ്റിയിട്ട് റിക്വസ്റ്റഡ് എന്ന് എഴുതാം. സോ ഷീ റിക്വസ്റ്റഡ് മീ ടു സിറ്റ് ഡൗൺ. കണ്ടോ? ഓൾസോ വേറൊരു ഇമ്പോർട്ടൻറ്റ് റൂൾ എന്താണ്? നമ്മൾ അത് കഴിഞ്ഞ് 2 + V1 ഫോം ഓഫ് ദ വേർബാണ് ഉപയോഗിക്കേണ്ടത്. ഇമ്പറേറ്റീവിൽ എപ്പോഴും ഇൻഫിനിറ്റീവ് ഫോം അല്ലെങ്കിൽ 2 + V1 ഓർമ്മ ഉണ്ടല്ലോ അല്ലേ. V1 ബേസ് ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ച് വെക്കാം. സോ നോക്കിയേ, ഈ പ്ലീസിനെ ഞാൻ എന്തായിട്ട് മാറ്റി? റിക്വസ്റ്റഡ് ആയിട്ട് മാറ്റി അല്ലേ. സിറ്റ് ഡൗൺ ആണല്ലോ. സിറ്റിനെ ഞാൻ എന്ത് ചെയ്യും? 2 + സിറ്റ് എഴുതി. കണ്ടോ? 2 + ബേസ് ഫോം എഴുതുക, 2 + V1 എഴുതുക. സോ ഷീ റിക്വസ്റ്റഡ് മീ ടു സിറ്റ് ഡൗൺ. എന്താ? ഷട്ട് ദ ഡോർ. ഷട്ട് ദ ഡോർ എന്നാണ് നമ്മുടെ. ഷീ സെഡ് ഷട്ട് ദ ഡോർ. ഷട്ട് ദ ഡോർ. ഷട്ട് ദ ഡോർ ഇസ് ലൈക്ക് എ കമാൻഡ് അല്ലേ. അപ്പൊ ഷീ ഓർഡേർഡ്, ഷീ കമാൻഡഡ്, അല്ലെങ്കിൽ ഷീ ഓർഡേർഡ് എന്തെങ്കിലും പറയാം. ഷീ ഓർഡേർഡ് മീ ടു ഷട്ട് ദ ഡോർ. കണ്ടോ? 2 + ഷട്ട് എഴുതി. ഞാൻ ആ ഷട്ട് ദ ഡോറിന് അല്ലെങ്കിൽ ഇറ്റ്സ് എ കമാൻഡ് അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്കിനെ ഞാൻ ഫുൾ ആയിട്ട് മാറ്റിയിട്ട് ആ ഓർഡറിനാക്കി അവിടെ മാറ്റി. ഷീ കമാൻഡഡ് മീ, ഷീ ടോൾഡ് മീ ടു ഷട്ട് ദ ഡോർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. പക്ഷെ 2 + V1 ഫോമാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. നമ്മളപ്പോൾ എന്തൊക്കെ പഠിച്ചു? ബേസ് പഠിച്ചു, നമ്മൾ മൊഡാൽ എന്ത് ചെയ്യണമെന്ന് പഠിച്ചു, ഇന്ററഗേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ചു, ഇമ്പറേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സും പഠിച്ചു. പിന്നെ എന്താ പഠിച്ചു? യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെന്റ്, യൂണിവേഴ്സൽ ആയിട്ടുള്ള ട്രൂത്ത് അല്ലെങ്കിൽ ഡെയിലി ഹാബിറ്റ്സിനെയും മാറ്റണ്ടെന്നും പഠിച്ചു.
ഇനി അടുത്ത് നോക്കാം. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കുറച്ച് മുന്നത്തെ വീഡിയോസ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. കുറച്ച് കൺഫ്യൂഷൻ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ തെറ്റായി പോകാമെന്നുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട്. എന്താന്ന് നോക്കാം. കുറച്ച് വേർഡ്സ് ഉണ്ട്, വീഡിയോസ് അല്ല വേർഡ്സ് ഉണ്ട്. ലേയും ലൈയും എന്താണെന്നാണ് നമ്മൾ ഡിഫറൻസ് പഠിക്കുന്നത്. ലേയുടെ പാസ്റ്റ് V1 V2 V3 ഞാൻ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഓൾറെഡി എഴുതിയേക്കുന്ന കാര്യമാണ്. ലേഡ് ലേഡാണ്. വേറെ ലൈ ഉണ്ട്. ലൈ ലേ ലെയിനാണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞുതരാം. ഈ ലേ എന്താണ്? ടു പ്ലേസ് സംതിങ്. എവിടെയാ ഒരു സാധനം അവിടെ വയ്ക്കാനോ നമ്മൾ ഷീറ്റ് ഇടാനോ അതൊക്കെയാണ് ലേ പറയുന്നത്. നമ്മളൊരു സാധനം അവിടെ വച്ചു, അപ്പോൾ ടു പ്ലേസ് സംതിങ്, ഒരു സാധനം മുകളിൽ വച്ചു, അതാണ്. ഇപ്പം നമ്മളെ ഈവൻ ഹെൻ ലേഡ് എഗ്സ്, അതും ആ ലേ ആണ് അല്ലേ. നോക്കിയേ, ടു പ്ലേസ് സംതിങ് ആണ് ലേ. അതിന്റെ പാസ്റ്റ് ടെൻസ് ലേഡ് ആണ്. ഇവിടെ നോക്കിയേ, ലേ ദ ബുക്ക് ഓൺ ദ ടേബിൾ, അവിടെ വെച്ചാൽ മതി. യു ക്യാൻ പ്ലേസ് ഇറ്റ് ദെയർ എന്ന് പറയുന്നതിന് സെയിം തിങ് ആണ് ലേഡ് ദ ബുക്ക്. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഐ ലേഡ് ദ ബുക്ക് ഓൺ ദ ടേബിൾ, LAID ആണ്. ഹി ലേ ഓൺ ദ ബെഡ് ആണെങ്കിലോ ആ ലേ ആണ്. ഹി ലൈസ് ഓൺ ദ ബെഡ്. ഹി ലേ എന്ന് പറയുന്നത് ദിസ് ഇസ് എ പാസ്റ്റ് ടെൻസ് ഓഫ് ലൈ. ഐ ആം ലൈയിങ് ഓൺ ദ ബെഡ് പറയില്ലേ നമ്മള്? ഐ ആം ലൈയിങ് ഓൺ ദ ബെഡ് എന്ന് പറയില്ലേ? അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഐ ആം ലേയിങ് ഓൺ, ഹി ലേ ഓൺ ദ ബെഡ്, അതാണ് പാസ്റ്റ് ടെൻസ്. ഇതൊരിക്കലും തെറ്റരുത്. ആൻഡ് V3 ഫോം നോക്കിയേ, LAIN ആണ്. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ് യു യൂസ് വെരി ഓഫൺ. അതുകൊണ്ടാണ് നമുക്ക് തെറ്റി പോകുന്നത്. നമ്മളിപ്പം അണ്ടർലൈ, ഐ തിങ്ക് ദർസ് എ ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു എഴുത്തവണ SSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അണ്ടർലൈങ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയല്ലേ, അണ്ടർലൈ ദ റൂൾസ് ദാറ്റ് അണ്ടർലൈ ദിസ് ഡോക്യുമെന്റ് എന്നൊക്കെ പറയല്ലേ. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ഇതാണ് പ്രസന്റ്. പാസ്റ്റ് ടെൻസ് അണ്ടർലേ ആണ്. അണ്ടർലേ ആണ് പാസ്റ്റ്. അണ്ടർലൈഡ് എന്നായിരുന്നു ആ ക്വസ്റ്റ്യനിൽ വന്നത്. ഇറ്റ് വാസ് എൻ എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് റോങ്. അണ്ടർലൈഡ് നമ്മൾ ഒരിക്കലും പറയില്ല, ഇറ്റ്സ് അണ്ടർലേ. ഓക്കെ അല്ലേ? ഒരു വേർഡും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, റൈസും റേസും എവിടെയാണ് യൂസ് ചെയ്യണം? ഐ തിങ്ക് ഇറ്റ്സ് ലൈക്ക് സംവോട്ട് കോമൺ ആണ്. റൈസും റേസും എന്താണ്? റൈസിന്റെ V1 V2 V3 എന്താന്ന് നോക്കിയാൽ റൈസ്, റോസ്, റിസൺ ഓർ റൈസൺ എങ്ങനെ വേണമെങ്കിലും പറയാം. റൈസ്, റോസ്, റിസൺ ആണ്. റേസ് എന്ന് പറഞ്ഞാൽ ഈ റൈസ് എന്താണ്? ദ സ്റ്റുഡൻസ് റൈസ്, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞല്ലേ, വന്നു പൊങ്ങി വന്നു എന്ന് പറയുന്നതാണ് ഈ റൈസ്. ഈ റേസ് എന്താണ്? ടു ലിഫ്റ്റ് സംതിങ്. ഐ റേസ്ഡ് ദ ടേബിൾ, ഐ റേസ്ഡ് മൈ ഹാൻഡ്സ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. അതൊക്കെ നമ്മൾ യു ലിഫ്റ്റ് സംതിങ്, റൈറ്റ്? അതൊക്കെയാണ് റേസ്. ആ റേസ് വരുമ്പോൾ റേസ്ഡ്, റേസ്ഡ് ആണ് V1 V2 V3. റേസ്, റേസ്ഡ്, റേസ്ഡ്, ഇതാണ് ഇതിന്റെ V1 V2. സോ റൈസ് എന്ന് പറഞ്ഞാൽ ദ സ്റ്റുഡൻസ്, ടീച്ചർ വന്നപ്പോൾ നമ്മൾ എണീറ്റു എന്ന് പറയുന്നത് ദ സ്റ്റുഡൻസ് റോസ് വെൻ ദ ടീച്ചേഴ്സ് കെയിം ടു ദ ക്ലാസ്. ആ റൈസ്, റേസ് അതാണ്. പക്ഷെ ഇവിടുത്തെ റേസ് RAISC എന്താണ്? ഇറ്റ്സ് ടു ലിഫ്റ്റ് സംതിങ്. ഐ റേസ്ഡ് മൈ ഹാൻഡ്സ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. നമ്മളിപ്പോ ടീംസ് മീറ്റിംഗിലൊക്കെ യു ക്യാൻ റേസ് യുവർ ഹാൻഡ് അല്ലേ? യു ക്യാൻ റേസ് യുവർ ഹാൻഡ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ. ഐ റേസ്ഡ് ദ ടേബിൾ ഫ്രം ദ ഫ്ലോർ, ഐ റേസ്ഡ് ദ ചെയർ. അപ്പോൾ ഇറ്റ്സ് യു ആർ ലിഫ്റ്റിംഗ് സംതിങ്. അതാണ് നമ്മൾ റൈസും റേസും. ഇവിടെ സൺറൈസ് എന്ന് പഠിച്ചാൽ മതി. ഇറ്റ്സ് സൺറൈസ് വരുന്നു, അപ്പോൾ പൊങ്ങി വരുന്നു എന്ന് പറയുന്നതാണ് റൈസ്. ദ സ്റ്റുഡൻസ് റോസ് വെൻ ദ ടീച്ചർ കെയിം ഇൻ. അതൊക്കെയാണ് നമ്മൾ കോമൺലി കൺഫ്യൂസ്ഡ് ആവുന്ന കുറച്ച് വേർഡ്സ് ആണ്. ദർ ആർ മോർ വേർഡ്സ്. ഞാൻ പറഞ്ഞ പോലെ ദിസ് ഇസ് എ PYQ. ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഈ വർഷം SSCക്ക് ചോദിച്ചതാണ് ഈ അണ്ടർലൈ, അണ്ടർലേ. അണ്ടർലൈന്റെ പാസ്റ്റ് ടെൻസ് അണ്ടർലേ ആണ്. ക്വസ്റ്റ്യനിൽ വന്നത് അണ്ടർലൈഡ് എന്നായിരുന്നു, വിച്ച് ഇസ് റോങ്. ദിസ് ഇസ് റോങ്, ദിസ് ഇസ് കറക്റ്റ്. നമുക്ക് ബാക്കി ഇപ്പം വി ഹവ് കവേർഡ് സോ മച്ച് റൂൾസ് ഹിയർ. നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ലൈക്ക് ഐ സെഡ്, മുന്നത്തെ വീഡിയോസ് നോക്കി വരിക ആൻഡ് മേക്ക് നോട്ട്സ് ആൻഡ് റിവൈസ് ഇറ്റ് സോ ദാറ്റ് ഇറ്റ്സ് ഈസി ഫോർ യു ടു ഫോളോ. താങ്ക് യു സോ മച്ച്.